ആ ഒഴുകുന്നത് ഭഗീരഥി നദിയാണ്. അവിടെയാണ് നദി ഒഴുകിയിരുന്നത്. അതിനുശേഷം പിന്നീട് വളരെ മനോഹരമായൊരു ടെറൈനായിരുന്നു. ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലം. മഞ്ഞുകാലത്തൊക്കെ തന്നെ ഇവിടെ മുഴുവൻ മഞ്ഞ് മൂടിപ്പോകുന്ന വളരെ മനോഹരമായ ടൂറിസ്റ്റുകളുടെയൊക്കെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ഹർഷിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാണുന്ന ഭഗീരഥി നദി, അവിടെ ഒഴുകിയിരുന്ന നദി ഈ മേഖലയിലൂടെ ആകെ പടർന്നൊഴുകി ഇതിന് മുകളിലൂടെ ഒഴുകി. നോക്കുന്നത് ഇവിടെ നമുക്ക് ഈ മരത്തിൽ കാണാൻ കഴിയും. മരത്തിൻ്റെ ഇതുവരെ മുകളിലേക്ക് ആണ് ഈ നദി ഒഴുകിയിരിക്കുന്നത്. ഇവിടുന്ന് എത്രയോ താഴ്ചയിലായിരുന്നു യഥാർത്ഥത്തിൽ ലാൻഡ്സ്കേപ്പ്. ഇത്രയും ഉയരത്തിൽ വന്ന് മണ്ണ് മൂടിയതാണ്. നമ്മൾ ഇന്നലെ ധാരാലി മേഖലയിൽ നിൽക്കുമ്പോൾ അവിടെ ആർമി ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ഈ ഒരു തെരച്ചിലിനൊക്കെ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് 40 അടിക്ക് മുകളിൽ വരെ ചളി വന്ന് മൂടിയെന്നാണ്. അപ്പോൾ ഇവിടെ താഴ്ന്നൊരു പ്രദേശമായിരുന്നു. അവിടെ വന്ന് ചളിയും കല്ലുമൊക്കെ ഇതുപോലെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ആർമി ക്യാമ്പിന്റെ അവസ്ഥ. മറ്റൊരു കെട്ടിടത്തിലേക്ക് പോയാൽ അവിടെയും സമാനമായ കാഴ്ച തന്നെയാണ്. നോക്കൂ, ആ കെട്ടിടമാകെ തകർന്ന് ആ കെട്ടിടത്തിൻ്റെയും ഈ മേൽക്കൂര വരെ ഇത്തരത്തിൽ കല്ലും മണ്ണുമൊക്കെ തന്നെ ഇത്തരത്തിൽ മൂടിയിരിക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ ഈ 9 ജവാന്മാരെ ഈ മേഖലയിൽ നിന്നാണ് കാണാതായത്.